വെൽക്കം. റഹ്മാനാണ്. സെൽ സിഗ്നലിംഗ് ആൻഡ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേയിൽ ഈ വീഡിയോ നമ്മൾ MAP കൈനേസ് പാത്വേ കുറിച്ചിട്ടാണ്. MAP കൈനേസ് പാത്വേ കുറിച്ചിട്ടാണ്. അതിന്റെ വേറെ പേരാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് ചെയ്തത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ പാത്വേ കുറിച്ച് മാത്രമാണ്, ഓൺലി അബൌട്ട് പാത്ത്. ഈ പാത്വേ എങ്ങനെയാണ്, ചില ആൾക്കാർക്ക് അത് മതി. പക്ഷെ നമ്മൾ ഫാർമക്കോളജി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മെഡിക്കൽ പീപ്പിൾ ആണ്. സോ ഫാർമക്കോളജിയിൽ നമ്മൾക്കപ്പോൾ ചെയ്യേണ്ടത് ഈ പാത്വേയിൽ ഇടപെടുന്ന മരുന്നുകൾ, ഈ പാത്വേയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, പ്രധാനമായിട്ടും ക്യാൻസർ ആണ്. സോ ആ മരുന്നുകളും ആ പേരും മാത്രം നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാത്വേയുടെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ എന്തിനാണ് ഈ പാത്വേ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ ഉള്ള ആന്റി ക്യാൻസർ ഡ്രഗ് കൂടി നമുക്ക് മനസ്സിലായേ പറ്റൂ. സോ അപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഡ്രഗ്സ് ഇൻവോൾവ് ഇൻ ദിസ് റാഫ് മെക്ക് പാത്വേയിലുള്ള കാര്യം പറയും. മാത്രമല്ല അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ആന്റി ക്യാൻസർ ഡ്രഗ്, ടാർഗറ്റഡ് ആന്റി ക്യാൻസർ ഡ്രഗിൽ നമുക്ക് പഠിക്കാനുള്ളതും കൂടിയാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുക, അതാകുമ്പോൾ എളുപ്പമാവും. സോ പാത്വേയുടെ പേര് MAP കൈനേസ് പാത്വേ എന്നാണ്. മറ്റ് പല പേരുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് MAPK കൈനേസ് പാത്വേ ആണ്. രണ്ട് റാസ് റാഫ് മെക്ക് പാത്വേ ആണ്. ഇല്ല റാസ് റാഫ് പാത്വേ എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ് സംഭവം. ദിസ് MAP കൈനേസ് പാത്വേ തന്നെയാണ്. അപ്പോൾ ഈ MAP കൈനേസിലെ M എന്ന് പറഞ്ഞാൽ എന്താണ്? M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോജൻ എന്നാണ്. മൈറ്റോജൻ എന്താണ്? മൈറ്റോജൻ പേര് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസർ ആണ്. ക്യാൻസർ എന്ന് വെച്ചാൽ സത്യത്തിൽ വളർച്ചയുണ്ടാകുന്നത്, സെൽ ഡിഫറൻസിയേഷൻ നടത്തുന്നത്, സർവൈവൽ മെക്കാനിസത്തിനൊക്കെ ആവശ്യമുള്ളത്, പ്രോലിഫറേഷൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം മൈറ്റോജൻ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ക്യാൻസറസ് എന്ന രൂപത്തിലും പറയാം എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ സെൽ വളരുന്നതാണ്. 1 2 ആകുന്നു, 2 4 ആകുന്നു, പ്രോലിഫറേഷൻ, അതൊക്കെയാണ് മൈറ്റോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ APK എന്ന് വെച്ചാൽ A ഫോർ ആക്ടിവേറ്റഡ് ആണ്, ആക്ടിവേറ്റ്. P ഫോർ പ്രോട്ടീൻ ആണ്, ആക്ടിവേറ്റഡ് പ്രോട്ടീൻ. K ഫോർ കൈനേസ്. സോ കൈനേസ് അതായത് ഒരു മൈറ്റോജൻ മൂലം വിവിധ തരം പ്രോട്ടീൻ കൈനേസസ് ആക്ടിവേറ്റഡ് ആകുന്ന സെല്ലിനകത്ത് നടക്കുന്ന പാത്വേ ആണ്. എ സീരീസ് ഓഫ് പ്രോട്ടീൻ കൈനേസസ് പ്രോട്ടീൻ ഒരുപാട് ചെയിൻ പോലെ ഇങ്ങനെ ആക്ടിവേറ്റഡ് ആവുന്നതാണ് ഈ പാത്വേ. അപ്പൊ മൈറ്റോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആയിരിക്കണം. സോ ആരാണ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ്? വിവിധ തരം നമുക്കറിയാം. എപ്പിത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പോ HER, HER1 ഉണ്ട്, 2 ഉണ്ട് നമുക്കറിയാം. ദെൻ അതിനെ നമ്മൾ ഹെർബ്സ് എന്ന് വിളിക്കാറുണ്ട്. ദെൻ പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്, PDGF. അത് ഗ്രോത്ത് ഫാക്ടർ ആണല്ലോ. വാസ്കുലാർ എൻഡോത്തീലിയൽ ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്. സോ VEGF. ദെൻ നമ്മുടെ ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഫാക്ടർ ആണല്ലോ. ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഫാക്ടർ ആണ്. ദെൻ ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, ട്രക്ക് ഉണ്ട്, അനാപ്ലാസ്റ്റിക് ലിംഫോ കൈനേസ് എന്ന് പറയുന്ന ഗ്രോത്ത് ഫാക്ടർ. സോ ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇങ്ങനെ നമ്മൾ പറഞ്ഞത് നമ്മൾ ടൈറോസിൻ കൈനേസ് റിസപ്റ്റേഴ്സിലാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞത്. ടൈറോസിൻ കൈനേസ് റിസപ്റ്റർ പഠിച്ചപ്പോൾ അവിടെ വന്ന് ഒട്ടിച്ചേരുന്നതാണ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമുക്ക് അറിയാം. സോ അപ്പൊ ഇവിടെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ എല്ലാം തന്നെ മൈറ്റോജൻ ആണ്, ഗ്രോത്ത് ഫാക്ടർ ആണ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പ്രത്യേകത ഇവയെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഇതിപ്പോ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇതാണ് ടൈറോസിൻ കൈനേസ് റിസപ്റ്റർ എങ്കിൽ അതിന്റെ ഇവിടെ വന്നാണ് ഈ മരുന്ന് പിടിക്കുക. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം ഇവിടെ വന്നാണ് ബൈൻഡ് ചെയ്യുക. സോ ഇത് ലിഗൻഡ് ആണ്. ഗ്രോത്ത് ഫാക്ടേഴ്സ് ആർ ലിഗൻഡ് വന്ന് ഇവിടെ ഒട്ടിച്ചേരുന്നു. ഒട്ടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് വേറൊരെണ്ണം കൂടി ഉണ്ടാകും, അതിനും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും. ഇത് നമ്മൾ വരയ്ക്കുന്നു. വേറൊരെണ്ണം കൂടി ഒട്ടിച്ചേരുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന് ഡൈമർ ആകുന്നു. ഡൈമറൈസേഷൻ നടക്കുമ്പോൾ ഫോസ്ഫോറിലേഷൻ നടക്കും. ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഫോസ്ഫേറ്റ്, ഇയാളെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും, ഇയാളെ ഫോസ്ഫോറിലേറ്റ് അല്ലാതെ നടക്കുന്നുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ റിസപ്റ്റർ ബൈൻഡ് ചെയ്യുന്നു, ഡൈമർ ആകുന്നു, ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ഇത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിനിൽ റിസപ്റ്റർ വന്ന് പിടിച്ചു. റിസപ്റ്ററിൽ വന്ന് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഫോസ്ഫോറിലേഷൻ നടന്നിരിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടത് അകത്ത് എന്ത് നടക്കുന്നു, അതാണല്ലോ നമ്മുടെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ സിസ്റ്റം. അകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. സോ ഇങ്ങനെ ഫോസ്ഫോറിലേഷൻ നടന്നാൽ, ഇപ്പോൾ ഇതിവിടെ P ഉണ്ട് എന്ന് വിചാരിക്കുക, ഇതാണല്ലോ ഫോസ്ഫോറിലേഷൻ. ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിക്കുന്നതാണ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ അവിടേക്ക് ചില പ്രോട്ടീൻ വന്നു ചേരും. അതിന് നമ്മൾ അഡാപ്റ്റർ പ്രോട്ടീൻസ് എന്നാണ് വിളിക്കുക. അഡാപ്റ്റർ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ ശരിക്കും പിടിക്കേണ്ടത് വേറെ ആളാണ്, പക്ഷേ അയാൾക്ക് പിടിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഈ കപ്ലിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു അഡാപ്റ്റർ പ്രോട്ടീൻ ഇവിടെ വന്ന് ചേരും. ഈ പ്രോട്ടീൻ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്, അഡാപ്റ്റർ പ്രോട്ടീൻ. ഈ അഡാപ്റ്റർ പ്രോട്ടീൻ ധാരാളം ടൈപ്പ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് GRB2 എന്ന് പറയുന്നത്. ഇതൊരു ഗ്രോത്ത് റിസപ്റ്റർ പ്രോട്ടീൻ, അതിന്റെ 2 ആണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു SH3 ഡൊമൈൻ ഉണ്ട്, ഒരു SH2 ഡൊമൈൻ ഉണ്ട്. ഈ S എന്ന് വെച്ചാൽ SRC ഹോമോളജി എന്നാണ് പറയുക. SRC സാർക്ക് ഹോമോളജി എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ GRB2ന്റെ SH2 ഡൊമൈൻ ഇതാണ്. അപ്പോൾ SH2 ഡൊമൈൻ ഇവിടെ വന്ന് ഈ പ്രോട്ടീൻ ഈ ഫോസ്ഫോറിലേറ്റ് ചെയ്ത ഭാഗത്തുനിന്ന് പിടിക്കുകയും
SH3 ഡൊമൈൻ വേറെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഒട്ടിച്ചേർന്നു, ടൈറോസിൻ കൈനേസ് റിസപ്റ്ററിൽ പോയി ഒട്ടിച്ചേർന്നു, റിസപ്റ്റർ ടൈറോസിൻ കൈനേസിൽ ഒട്ടിച്ചേർന്നു. ആൻഡ് ഈ SH3 ഡൊമൈനിൽ പിടിക്കാവുന്ന വേറൊരു പ്രോട്ടീൻ ഉണ്ട്, അതിന്റെ പേര് SOS എന്നാണ്. SOS പ്രോട്ടീൻ, അല്ലെങ്കിൽ അതിനെ സൺ ഓഫ് സെവൻലെസ് എന്നാണ് വിളിക്കുക. സൺ ഓഫ് സെവൻലെസ് എന്നാണ് വിളിക്കുക. പ്രത്യേക പേരുകളൊക്കെയാണ്. ആൻഡ് ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇത് ഒരു അഡാപ്റ്റർ പ്രോട്ടീൻ ആയിരുന്നു. ഇത് എന്ന് പറയുന്നത് ഒരു ജെഫ് ആണ്. ജെഫ് പ്രോട്ടീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്വാനോസിൻ ന്യൂക്ലിയോടൈഡ് എക്സ്ചേഞ്ച് ഫാക്ടർ ആണ്. എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഫാക്ടർ ആണ്. അത് വേറൊരാളുടെ GDP മാറ്റി അതിൽ GTP വെച്ച് പിടിപ്പിക്കുക. GDP എക്സ്ചേഞ്ച് ചെയ്തിട്ട് GDP വെച്ച് പിടിപ്പിക്കാൻ കഴിവുള്ള ജെഫ് ടൈപ്പ് പ്രോട്ടീൻസ് ആണ്. സോ അങ്ങനെ ഒരു പ്രോട്ടീൻ ആണ് SOS എന്ന് പറയുന്ന പ്രോട്ടീൻ. ആൻഡ് ഈ SOS പ്രോട്ടീൻ അപ്പോൾ വേറൊരു പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യണം അല്ല. ഇതിനെന്താണ് കഴിവ്? ഇതിന് GTP വെക്കാനുള്ള കഴിവുണ്ട്, GDP മാറ്റാനുള്ള കഴിവുണ്ട്. സോ അങ്ങനെ വന്ന് പിടിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്. തൽക്കാലം നമുക്ക് ഇവിടെ വരയ്ക്കാം, ഇനി ഈ സംഭവങ്ങൾ ഇങ്ങോട്ടേക്ക് പോട്ടെ. അങ്ങനെ വന്ന് പിടിക്കാവുന്ന ഒരു പ്രോട്ടീൻ ആണ് നമ്മുടെ പ്രോട്ടീൻ ഈസ് റാസ് പ്രോട്ടീൻ എന്ന് പറയും. റാസിൽ ആദ്യം ഇങ്ങനെ GDP യുടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, GDP ബൗണ്ട് ആയി. അവിടെ SOS വന്നിട്ട് GDP മാറ്റി ഇങ്ങോട്ട് മാറട എന്ന് പറഞ്ഞിട്ട് GTP വന്ന് അവിടെ പിടിപ്പിക്കുക. സോ ഇപ്പൊ ഇത് GTP ബൗണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവും. GDP മാറി GTP വന്നു. സോ ദിസ് ജെഫ് പ്രോട്ടീൻസ് ക്യാൻ ആക്ടിവേറ്റ് ദിസ് റാസ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ റാസ് എന്ന് പറയുന്നത് ഇതാണ്, റാസ് പ്രോട്ടീൻ. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് കുറച്ചു നേരത്തേക്ക് റാസ് സിഗ്നലിംഗ് എന്നായിരിക്കും നമുക്ക് പറയാൻ പറ്റുക. സോ ഈ റാസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യാൻ ജെഫ് തരമുള്ള പ്രോട്ടീനുകൾക്ക് പറ്റും. അതിൽ ഒന്ന് മാത്രമാണ് ഈ SOS. നമ്മളെല്ലാം ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ആൻഡ് ഇത് നമ്മൾ പറഞ്ഞത് GRB2 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. വേറെയും ഒരുപാട് ടൈപ്പ് കാണും. ആൻഡ് ഈ റാസ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ആണ്, ബൈനറി സ്വിച്ച് ആണ്. GTP വെച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ആക്ടിവേറ്റഡ് ആയി വേറെ ആൾക്കാരെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പല കൈനേസിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പലതരം കൈനേസുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. GDP ആയാലോ, GDP ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീആക്ടിവേഷൻ മോഡിലേക്ക് പോയി ആരെയും ആക്ടിവേറ്റ് ചെയ്യില്ല. ആൻഡ് ഈ റാസ് എന്ന് പറയുന്നത് ഒരു GTPases ആണ്. GTPases എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിരിക്കുന്നത് സെൽ മെംബ്രെയിനിൽ തന്നെയാണ്. സെൽ മെംബ്രെയിൻ്റെ അടിയിൽ ഇതൊരു ഫാർസിനാൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് ഇത് ഇവിടെ ഇരിക്കുക. ആൻഡ് റാസും നമുക്ക് വേറൊരു പ്രോട്ടീനെ കുറിച്ച് അറിയാം, അതിന്റെ പേര് GPCR, ജി കപ്പിൾഡ് റിസപ്റ്റർ പ്രോട്ടീൻ. അതും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക അല്ലെ. അതിൽ ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ, ഇങ്ങനെ 3 ട്രൈയൂണിറ്റ് ഉള്ള ഹെറ്ററോ ട്രൈമർ ആണെങ്കിൽ ഇത് ഓൺലി ഒറ്റയാൾ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് എ മോണോമറിക്. റാസ് ഇസ് എ മോണോമറിക് ജി പ്രോട്ടീൻ ആണ് റാസ് എന്ന് പറയുന്നത്. GTP വെച്ച് കഴിഞ്ഞാൽ ഓൺ ആകും, GDP ആണെങ്കിൽ ഓഫ് ആകും. അത് തന്നെയാണല്ലോ GPCR അല്ല. ആൽഫയിൽ GTP വെച്ചാൽ ഓൺ ആകും, GDP ആണെങ്കിൽ ഓഫ് ആകും. ഇതാണ് നമ്മൾ കണ്ടത്. സോ റാസ് ഇസ് എൻ ഇൻട്രാസെല്ലുലാർ, സെല്ലിനകത്തുള്ള ഒരു മോണോമറിക് ജി പ്രോട്ടീൻ ആണ്. ആൻഡ് അപ്പൊ ഇതിന് പല കൈനേസിനെയും ആക്ടിവേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഈ ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ആൾ. അയാളുടെ പേരാണ് റാഫ്. സോ റാഫ് ഒരു പ്രോട്ടീൻ ആണ്, ഒരു കൈനേസ് പ്രോട്ടീൻ ആണ്. ഇത് ഒരു എൻസൈം തന്നെയാണ്. ആൻഡ് സൈറ്റോപ്ലാസത്തിലാണ് ഇതിരിക്കുക. ആൻഡ് ഇതിപ്പോൾ ആള് ഇനാക്റ്റീവ് ആണ്. വെറുതെ ഇരിക്കുമ്പോൾ റാഫ് ഇനാക്റ്റീവ് ആണ്. ആക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? റാഫിന്റെ പുറത്ത് ഒരു ഫോസ്ഫേറ്റ് വന്ന് പിടിപ്പിക്കണം. ഈ ഫോസ്ഫേറ്റ് പിടിപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റും? റാസിന് റാഫിന്റെ പുറത്ത് ഫോസ്ഫേറ്റ് പിടിപ്പിക്കാനായിട്ട് പറ്റും. സാധാരണ രീതിയിൽ റാഫിന്റെ കൂടെ വേറൊരാളും കൂടി ഇങ്ങനെ ഇരിപ്പട്ടോ. അയാളുടെ പേര് 14 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് ഇൻഹിബിറ്റഡ് ആയിട്ടിരിക്കുക. അത് മാറ്റണം റാസിന്. അപ്പൊ റാസ് വന്ന് പിടിപ്പിക്കുമ്പോഴത്തേക്കും ഈ പ്രോട്ടീന്റെ കൂടെ ഈ പ്രോട്ടീനിലേക്ക് വേറൊരു പ്രോട്ടീൻ ഇങ്ങനെ വന്ന് പിടിക്കും. അയാളുടെ പേര് PP2A എന്നാണ്. ഞാൻ അതിന്റെ പേരൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമുക്കിത് ഇമ്പോർട്ടന്റ് അല്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല. എങ്കിലും ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് റാഫ് ഇനാക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇതിനെ മാറ്റി കഴിയുമ്പോഴത്തേക്കും ഒരു ഫോസ്ഫേറ്റ് വെച്ച് പിടിപ്പിക്കുന്നതോടുകൂടി റാഫ് ഇപ്പൊ പുലിയാണ്. റാഫ് ഇപ്പൊ പുലിയായി, ആക്റ്റീവായി. ആൻഡ് ദിസ് റാഫ് ഇസ് എ സെറിൻ ത്രിയോണിൻ കൈനേസ് ആക്ടിവേറ്റർ ആണ്. സെറിൻ ത്രിയോണിൻ കൈനേസ് ആക്ടിവേറ്റർ ആണ്. സോ ഇതൊരു കൈനേസ് ആണെന്ന് പറഞ്ഞു. സെറിനെയും ത്രിയോണിനെയും ഇവിടെ നമ്മൾ കണ്ടത് ടൈറോസിൻ ആയിരുന്നു അല്ലെ. ഇപ്പോൾ സെറിനെയും ത്രിയോണിനെയും അവിടെ ഫോസ്ഫേറ്റ് പിടിപ്പിക്കാനുള്ള കഴിവുണ്ട് റാഫ്. അപ്പൊ ഇപ്പൊ റാഫ് ഈസ് നൗ ആക്റ്റീവ്. ആൻഡ് റാഫിന് വേറൊരു പേരുണ്ട്. റാഫിന്റെ വേറൊരു പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതാണ് മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ. ഇത്രയും വരെ നിങ്ങൾക്ക് അറിയാം. ഇനി കൈനേസ് K ആണ് റാഫ്. MAP കൈനേസ് എന്ന് നമുക്ക് വിളിക്കാം. സോ റാസ് വന്ന് ആക്ടിവേറ്റ് ചെയ്തതാണ് റാഫിനെ ആക്ടിവേറ്റ് ചെയ്തത്. ഇനി ഇതൊരു സീരീസ് ഓഫ്, സോ ദിസ് ദ ഫസ്റ്റ് കൈനേസ്, ആദ്യത്തെ കൈനേസ് ഇതാണ്. ഇനി സീരീസ് ഓഫ് കൈനേസിനെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആക്ടിവേറ്റഡ് റാഫ് ആക്ടിവേറ്റ് ചെയ്യുന്ന അടുത്ത കൈനേസ്, രണ്ടാമത്തെ സെക്കൻഡ് കൈനേസ് എന്ന് പറയുന്ന ആളുടെ പേര് മെക് എന്നാണ്. സോ മെക് എന്ന് പറയുന്ന ആളെയാണ് അടുത്തതായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മെക്കിന് വേറൊരു പേരുണ്ട്. അതിന്റെ പേര് MAC
MAP അത്രയും നമുക്കറിയാം. കൈനേസ്. സോ MAP ഡബിൾ K ആണ് ആര്? MEC എന്ന് പറയുന്ന. സോ M ഫോർ മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ ആണ്. ആൻഡ് MECന്റെ E ഫോർ ERK ആണ്. ആൻഡ് K ഫോർ കൈനേസ് ആണ്. സോ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഫോസ്ഫേറ്റ് പിടിക്കുക. ഇത് സെറിൻ 3 ആണെന്ന് പറഞ്ഞു. MECന് സെറിൻ 3 ഉണ്ടാകും. അവിടെ പോയിട്ട് ഫോസ്ഫേറ്റ് പിടിപ്പിക്കുക. ഈ പാത്വേ മൊത്തം നമ്മൾ ക്ലാസിക്കൽ പാത്വേ എന്നാണ് പറയാം. മറ്റു പാത്വേ ഉണ്ട്. ഇപ്പൊ JNK പാത്വേ ഉണ്ട്. P38 പാത്വേ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെ MEC എന്ന് പറയുന്നത് MEC 1 and 2 ആണ്. അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക. സോ MEC 1 and 2 ആണ് ഇവിടെ ആക്ടിവേറ്റഡ് ആവുക. മറ്റുള്ളടത്ത് ചിലപ്പോൾ 4 ആയിരിക്കാം, 7 ആയിരിക്കാം, 3 ആയിരിക്കാം, 6 ആയിരിക്കാം. സോ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ആക്ടിവേറ്റഡ് MEC വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. ഇവൻ അടുത്ത ആളെ പോയി ആക്ടിവേറ്റ് ചെയ്യും. അയാളുടെ പേരാണ് ERK. സോ ERKനെ പോയി ആക്ടിവേറ്റ് ചെയ്യും. സോ ഇത് ഒരു സെറിൻ, ത്രിയോണിൻ, ടൈറോസിൻ അതിനൊക്കെ ഫോസ്ഫേറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. സോ ഇതിനെ പോയി ഇവിടെ ഫോസ്ഫേറ്റ് പിടിപ്പിക്കുക, ERKനെ ഫോസ്ഫേറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ് MECന്റെ പണി. സോ അപ്പം ERKന്റെ മറ്റേ പേരെന്തായിരിക്കും? MAP ഓൺലി കൈനേസ് ആണ്. സോ ERK ഈസ് MAP കൈനേസ് ആണ്. MEC ഈസ് MAP ഡബിൾ കൈനേസ് ആണ്. RAF ഈസ് MAP ട്രിപ്പിൾ കൈനേസ് ആണ്. RAF. സോ ഇതാണ് ഈ കൈനേസ്. അതുകൊണ്ടാണ് ഇതിനെ കൈനേസ് പാത്വേ എന്ന് പറയുക. കൈനേസ് 1, കൈനേസ് 2, കൈനേസ് 3 3 തരം കൈനേസിനെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തു. ഇനി ഈ ERK ആണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ സെല്ലിനകത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. പലതരം പരിപാടികൾ ചെയ്യാം. ആൻഡ് ERK എന്ന് വെച്ചാൽ എന്താന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ERK എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ സിഗ്നൽ റെഗുലേറ്റഡ് കൈനേസ് എന്നാണ്. റെഗുലേറ്റഡ് കൈനേസ് അതാണ് ERK എന്ന് പറയുന്നത്. വെച്ചാൽ സെല്ലിന്റെ പുറത്തുനിന്ന് വരുന്ന സിഗ്നലിനെ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന കൈനേസ് ആയിട്ടുള്ള എൻസൈമാണ് ERK എന്ന് പറയും. സോ ഇതാണ് ഫൈനൽ കൈനേസിലെ മൂന്നാമത്തെ ഫൈനൽ. സോ ആദ്യത്തെ RAF ആണ് MAP കൈനേസ് ആയിരുന്നു. പിന്നത്തെ MEC ആണ് MAP കൈനേസ് ആണ്. മൂന്നാമത്തെ ERK ആണ് MAP കൈനേസ് ആണ്. ആൻഡ് ഈ ERKും ഒരു കൈനേസ് തന്നെയാണ്. വേറെ പലയിടത്തും ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ കഴിവുള്ള കൈനേസ് ആണ്. അപ്പോൾ ERK വരെ ആക്ടിവേറ്റഡ് ആയി. ഇനി ERKക്ക് പല ടാർഗറ്റുകൾ ഉണ്ട്. ERKയുടെ ഒരു 2-3 ആക്ഷൻസ് ഞാൻ പറയാം. ഒന്ന്, സൈറ്റോപ്ലാസത്തിൽ ERKക്ക് കുറച്ച് പണിയുണ്ട്. ദെൻ രണ്ടാമത്തത് ന്യൂക്ലിയസിനകത്ത് പോയിട്ട് ചെയ്യാവുന്ന പണിയുണ്ട്. സോ സൈറ്റോപ്ലാസത്തിൽ പറയുകയാണെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ERK ക്യാൻ ആക്ടിവേറ്റ് RSK എന്ന് വെച്ചാൽ റൈബോസോമൽ S6 കൈനേസ് ആണ്. ഇതൊരു പ്രോട്ടീൻ ആണ്. P90 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ആൻഡ് ഇതുവഴി ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ആണ് S6 പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് നേരത്തെ ഈ SOSന്റെ ആക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. SOSന്റെ ആക്ഷൻ അല്ലെങ്കിൽ SOSന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഇതെന്താണത്? ഇതിപ്പോ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോലെയുള്ള മെക്കാനിസം, അമിതമായിട്ടുള്ള സംഭവങ്ങൾ കുറയ്ക്കാനായിട്ടുള്ള പരിപാടി. രണ്ടാമത്തത്, ഇതിന് വേറൊരു പ്രോട്ടീന്റെ ആക്ഷൻ കൂട്ടാൻ പറ്റും. അതിന്റെ പേര് CREB എന്നാണ്. CREB എന്ന് വെച്ചാൽ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടീൻ റെഗുലേഷൻ നടത്തുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. ന്യൂക്ലിയസിനകത്ത് പോയി DNA, ഇത് DNA ആണെങ്കിൽ ഈ DNAയിൽ പോയി ആക്ടിവേറ്റ് ചെയ്യാനുള്ള പണി നടത്താം CREB. ഇനി ERKനും ഇതേപോലെ തന്നെ ന്യൂക്ലിയസിൽ നേരിട്ട് പോയിട്ട് ആക്ട് ചെയ്യാം. ഒന്ന്, അതിന്റെ ഒരു വഴി ELK1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വഴി ഇത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ടാക്കാം. അതുവഴി ഉണ്ടാക്കിയെടുക്കുന്നതാണ് C-ഫോസ് എന്ന് പറയുന്ന സംഭവം. C-ഫോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ C-ജൂൺ എന്ന് പറയുന്ന സാധനം നേരത്തെ ഇവിടെ ഉണ്ട്. അപ്പോൾ C-ഫോസും കൂടി വരുമ്പോൾ ഇതൊരു ഹെട്രോഡൈമർ ഉണ്ടാകും. C-ഫോസും C-ജൂണും കൂടി ചേർന്ന് ഹെട്രോഡൈമറായിട്ട് ഇതിവിടെ ന്യൂക്ലിയസിൽ ഇരുന്ന് കഴിഞ്ഞാൽ പല പണികളും ചെയ്യാം. അതിന് ഒരുപാട് ജോലികളുണ്ട്. ഈവൻ അപ്പോപ്റ്റോസിസ് വരെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാവുന്ന ഇതാണ് C-ഫോസ് C-ജൂൺ വരെയുള്ള. അങ്ങനെ വേറെ ഒരുപാട് പണികളുണ്ട്. ആൻഡ് മറ്റൊരു വഴി എന്ന് വെച്ചാൽ മൈക്ക് എന്ന് പറയുന്ന തരം പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. മൈക്കിനെ റെഗുലേറ്റ് ചെയ്യാം. സോ വിവിധ തരം പണിയുണ്ട്. ഇതൊന്നുമല്ല, ഒരുപാട് പണികൾ ഉണ്ട്. സോ ഈ പടം ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തു. എനിക്ക് അടുത്ത വീഡിയോയിൽ മരുന്നുകളെ കുറിച്ച് പറയാനായിട്ട് ഇത് വളരെ ഉപകാരപ്പെടും. അതിനുവേണ്ടി ഞാൻ വരച്ചു വെച്ചാണ്. അപ്പോൾ RAS ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ RAF ആക്ടിവേറ്റഡ് ആകും. RAF ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ MEC ആക്ടിവേറ്റഡ് ആകും. ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ERK. സോ ഇത് മൂന്നുമാണ് MAP കൈനേസസ് എന്ന് പറയാം. ഇത് വെറും കൈനേസ്, ഇത് ഡബിൾ കൈനേസ്, ഇത് ട്രിപ്പിൾ കൈനേസ്. സോ ഇങ്ങനെ MAC ആക്ടിവേറ്റഡ് നടന്നാൽ MAP കൈനേസ് പാത്വേ വഴി എന്തെല്ലാം നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെല്ലുലാർ പ്രോലിഫറേഷൻ ഉണ്ടാക്കാം. ദെൻ സെല്ലുലാർ ഡിഫറൻസിയേഷൻ ഉണ്ടാക്കാം. സെൽ ഡിഫറൻസിയേഷൻ, പലതരം സെല്ലുകൾ ഉണ്ടാകാം. സെല്ലിന്റെ മെറ്റബോളിക് ഫങ്ഷൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ്, അത് പറ്റും. അപ്പോപ്റ്റോട്ടിക് ആക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഒരുപാട് സെൽ പ്രോസസ്, അകത്തുള്ള സെൽ പ്രോസസ്സിനെയൊക്കെ ഒരുപാട് ആക്ഷൻ വർദ്ധിപ്പിക്കാനും കുറക്കാനും എല്ലാം പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇനി RASന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്ന ഒരു പ്രോട്ടീനെ കുറിച്ച് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. അതിന്റെ പേര് ഗ്യാപ്പ് എന്നാണ്. ഗ്യാപ്പ് മീൻസ് GTPase ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ എന്നാണ്. സോ ഇതിന്റെ ആക്ടിവിറ്റി കൂട്ടുന്നത് ജെഫ് ആണ്. നമ്മൾ പറഞ്ഞു ജെഫ് വർദ്ധിപ്പിക്കുകയും ഗ്യാപ്പ് അത് നിർത്തുകയും ചെയ്യുന്ന പ്രോട്ടീനുകളാണ്. സോ ഇവിടെ GTP ഇല്ലെങ്കിൽ ഇവൻ നിർഗുണനാണെന്ന് നമുക്കറിയാം.
അറിയാം. ഇനി ഈ മാപ്പ് കൈനേസ് ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയാൽ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ മാപ്പ് കൈനേസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്, എർക്ക് പാത്വേ. സോ എർക്ക് പാത്വേ ആണ് ഒന്നാമത്തെ റൂട്ട്. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്ലാസിക്കൽ പാത്വേ. നമ്മൾ ഈ പറഞ്ഞ പാത്വേ ക്ലാസിക്കൽ മാപ്പ് കൈനേസ് പാത്വേ എന്നാണ് നമ്മൾ പറയുന്നത്. സോ MAP കൈനേസ് എർക്ക് പാത്വേ. ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്ക് 1 and 2 ആണ് എന്നും കൂടി ഞാൻ പറഞ്ഞായിരുന്നു, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതല്ലാതെ മറ്റ് ചില പാത്വേകൾ കൂടിയുണ്ട്. അതിൽ ഒന്ന് സി ജുൺ എൻ ടെർമിനൽ കൈനേസ് പാത്വേ ആണ്. അതൊരു പാത്വേ നമുക്ക് പഠിക്കാനുള്ളതാണ്. രണ്ടാമത്തത് P38 പാത്വേ നമുക്ക് പഠിക്കാനുണ്ട്. ഇനിയും കുറെ പാത്വേകളുണ്ട്. ഉദാഹരണത്തിന് ERK5 ഓർ ബിഗ് മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ MBMK1 എന്നൊക്കെ പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്. വേറെയും ചില ഇതല്ലാതെയുള്ള പാത്വേസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആൻഡ് ഇതിന് PIP3 mTOR ആ പാത്വേ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് അതെല്ലാം ഇനിയുള്ള വീഡിയോയിൽ പറയാം. പക്ഷെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പ്രോസസ്സിനിടയിൽ എവിടെയെല്ലാമാണ് നമ്മുടെ ആന്റി ക്യാൻസർ മരുന്ന് അല്ലെങ്കിൽ മറ്റ് പ്രയോജനമുള്ള മരുന്നുകൾ, ആ മരുന്നുകൾ ഏതെല്ലാം, ആ അസുഖങ്ങൾ ഏതെല്ലാം, അത്രയും മാത്രം നമുക്കൊന്ന് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.